ഷോപ്പിങ്ങിനിടയിലാണ് ജെനി അവളുടെ അച്ഛനോടും അമ്മയോടും തനിക്കൊരു പാവയെ വാങ്ങിത്തരാൻ പറയുന്നത്. എന്നാൽ ജെനിയുടെ അമ്മ അതിനെ എതിർത്തു. ധാരാളം പാവകളുണ്ടല്ലോ നിനക്ക്, പിന്നെ എന്തിനാണ് ഇനിയും പാവകൾ എന്ന ഒരു മറുപടി. ഇത് കേട്ട ഉടനെ ജെനി കരയാൻ തുടങ്ങി. നിവൃത്തിയില്ലാതെ തൻ്റെ അച്ഛൻ അവളോട് പറഞ്ഞു, ശരി, പാവയെ വാങ്ങിത്തരാം, എന്നാൽ ഒരു കണ്ടീഷനുണ്ട്. ഇനി ഒരിക്കലും പാവയെ വാങ്ങിത്തരണമെന്ന് പറയാൻ പാടില്ല എന്ന്. ശരി എന്ന തലയാട്ടി അവളെയും കൂട്ടി കടയിലെത്തി. പാവയെ നോക്കുന്നതിനിടയിലാണ് ജെനി അത് കണ്ടത്. അവളെ തന്നെ നോക്കി നിൽക്കുന്ന ഒരു പാവ. ജെനി ആ പാവയ്ക്ക് വേണ്ടി വാശി പിടിച്ചു. വളരെയധികം വിലപിടിപ്പുള്ള ആ പാവയെ വാങ്ങി അവർ വീട്ടിലെത്തി. രാത്രി ഏറെ വൈകി അവർ ഉടനെ ഉറങ്ങാൻ കിടന്നു. ജെനി തൻ്റെ പാവയെ ഒരു കസേരയിലിരുത്തി വന്നു കിടന്നു. പെട്ടെന്നാണ് ഉറക്കത്തിൽ ബാത്റൂമിലെ ഷവറിൽ നിന്നും വെള്ളം ചാടുന്ന പോലെ തോന്നിയത്. ജെനി ഉണർന്ന് പതിയെ പോയി നോക്കി. ടാപ്പെല്ലാം അടച്ച്. ജെനി വന്ന് കട്ടിലിൽ കിടക്കുമ്പോഴാണ് പാവ കട്ടിലിൽ കിടക്കുന്നത് കണ്ടത്. അന്ന് മുതൽ എന്നും പാവ വെച്ച സ്ഥലത്ത് നിൽക്കാതെ ചലിക്കാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കിയ പാരൻസ് ഒരു ദിവസം പാവയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എന്നാൽ അന്ന് രാത്രി ആ പാവ 3 പേരെയും കഴുത്ത് ഞെരിച്ച് കൊന്നുകളഞ്ഞു. എന്നിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങി അത് തിരികെ ആ കടയിലേക്ക് തന്നെ തിരികെ എത്തി. അന്നു മുതൽ ഈ പാവയെക്കുറിച്ചുള്ള കഥകൾ ലോകമെമ്പാടും അറിഞ്ഞു. ആ പാവയെ അനബെല്ല എന്ന പേരിൽ അറിയപ്പെട്ടു.